തടിയായിട്ടുണ്ട്, നല്ല തടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ നല്ല ചെറിയ രീതിയിലേക്ക് തുടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിൾ തുടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഒരു ടിപ്സും കൊണ്ടാണ്. എത്ര ഒട്ടിയ കവിളും ഇതേ രീതിയിൽ തന്നെ എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നമ്മുടെ കവിൾ തുടുത്ത് വരും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ഡ്രിങ്കുകളൊക്കെ ഉണ്ട് നല്ല കവിൾ തുടുത്ത് വരാനും നല്ല ഭംഗിയാകാനും നിറം വയ്ക്കാനൊക്കെ പറ്റിയ ഒരു ഈസി ഡ്രിങ്കൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ നല്ലൊരു ഓയിലുണ്ട്. എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് ഇതേ രീതിയിൽ അങ്ങ് തേച്ചിലങ്ങ് കിടക്കുവാണെങ്കിൽ നമ്മുടെ കവിൾ നന്നായിട്ട് അങ്ങ് തുടുത്ത് വരും കേട്ടോ. അപ്പോൾ അത്ര കുറച്ച് കാര്യങ്ങളുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കട്ടെ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലോ. പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, കമൻറ്റൊക്കെ ഒന്ന് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. കവിൾ തുടുക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു മസാജുകൾ നമുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മസാജ് ചെയ്യാവേ. മസാജോ എക്സസൈസോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഞാനിതാ അതിനായിട്ട് ആൽമണ്ട് ഓയിലായിട്ട് എടുത്തേക്കുന്നത് കുറച്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ ഓയിൽ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഓയിലൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. നല്ല വിധത്തിൽ ഇങ്ങനെ ഒന്ന് കൈകളിൽ മസാജ് ചെയ്തിട്ട് നമുക്ക് കവിളിങ്ങനെ ഇതേ രീതിയിൽ പതുക്കെ പതുക്കെ ഒന്ന് മസാജ് ചെയ്യാം കേട്ടോ. അത് ഇതേപോലെ തന്നെ ചെയ്യണേ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയൊന്നുമില്ല. എത്ര വേണമെങ്കിലും ചെയ്യാം. നമുക്കൊരു 1 2 3 അങ്ങനെ പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേരം 10 20 30 തവണയെങ്കിൽ നമുക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കവിൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ കവിൾ തുടുത്ത് വരും കേട്ടോ. ഇതൊന്നാമത്തത്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിളിൽ ജസ്റ്റ് ഇങ്ങനെ വിരലുകൾ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇത് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, നമുക്ക് ഒരുപാട് നേരം ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക. ജസ്റ്റ് 5 6 തവണ ചെയ്താലൊന്നും പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ചെയ്തതാണ്, അപ്പോൾ ഞാൻ ഒരുപാട് ചെയ്ത് കാണിച്ചിരുന്നില്ല. ഇത് രണ്ടാമത്തെ ചെയ്യുന്ന കേട്ടോ. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിളിൽ തന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പതുക്കെ നുള്ളി എടുക്കുന്നില്ലേ. നമ്മുടെ ഈ നഖം ഉള്ളതുകൊണ്ട് എനിക്ക് കൈ കൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പതുക്കെ 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 അങ്ങ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇത് ഒത്തിരി നേരം എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞ് ഇതിനായിട്ട് ഒരു 5-10 മിനിറ്റ് ഇതിനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. എല്ലാ ദിവസവും ചെയ്തോളുക. എത്ര ഒട്ടിയ കവിളും തുടുത്ത് വരും. നമ്മുടെ കവിളുകൾ ഇത്തിരി തുടുത്ത് വരുന്നതല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഒട്ടിയ കവിൾ ഇഷ്ടമാണോ? ഒട്ടിയ കവിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്നാലും അധികം ആൾക്കാരും കവിളൊക്കെ ഇച്ചിരി തുടുത്തിരിക്കുന്നതാണ് എല്ലാവർക്കും അധികം ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ ഇത് മൂന്നാമത് ചെയ്യുക. അടുത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കവിളത ഇതേപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് ഇങ്ങനെ കവിളിങ്ങനെ പിടിച്ച് വയ്ക്കുക കേട്ടോ. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ തന്നെ വയ്ക്കണേ. പത്ത് സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈകൾ മാറ്റുക. വീണ്ടും ഇതേപോലെ തന്നെ അങ്ങ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും മാറ്റുക. ഒരു 10 സെക്കൻഡ് നമ്മുടെ കവിൾ ഇതേപോലെ തന്നെ ഉയർത്തി വെക്കണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ കവിളൊക്കെ തുടുത്ത് വരും. അത് കഴിഞ്ഞ് 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൈകൾ മാറ്റുക. ഇത് കൂടുതൽ തവണ ചെയ്തോളൂ കേട്ടോ. 1-2 തവണയൊന്നുമല്ല, കൂടുതൽ തവണ ചെയ്യണം. ഇതിലെല്ലാ സ്റ്റെപ്പുകളും എല്ലാം കൂടുതൽ തവണ ചെയ്യണം കേട്ടോ. എങ്കിലാണ് നമ്മുടെ കവിളൊക്കെ നന്നായിട്ട് തുടുത്ത് വരും കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കവിളിൻ്റെ ഈ സൈഡിൽ കവിളുണ്ടല്ലോ, ഈ ഭാഗം ഇങ്ങനെ പിടിച്ചിങ്ങനെ പതുക്കെ കേട്ടോ പിടിച്ചിങ്ങനെ വലിക്കുക. അതും ഇച്ചിരി നേരം ഇങ്ങനെ പിടിച്ചിങ്ങനെ വയ്ക്കണേ. കൈകൾ മാറ്റുക. വീണ്ടും ഇങ്ങനെ പിടിക്കുക.
പിന്നെ മാറ്റാം, വീണ്ടും പിടിക്കുക. ഇത് ഞാൻ പെട്ടെന്നോട്ട് എടുക്കുവാണ്. നിങ്ങൾ ഇച്ചിരി കൂടുതൽ സമയം ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കവിളത നല്ല തുടുത്തങ്ങ് വരുവേ. ഇനി അടുത്ത സ്റ്റെപ്പ് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്. നമ്മുടെ കവിളിങ്ങനെ ഇതൊരു 10-12 സെക്കൻഡ് വരെ ഇങ്ങനെ തന്നെ വെക്കുക കേട്ടോ. ഒരു 10-12 സെക്കൻഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം അടുത്ത് കാണിക്കാൻ പോണത് നമ്മുടെ ഓരോ കവിളുകളും മാറി മാറി വീർപ്പിക്കലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി ഇത്രയും മാത്രം മതി. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ കവിളുകൾ നല്ല തുടുത്തു വരാനും കവിള് കാണാൻ നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു ഓയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓയിലാണ്. അതാണ് നമ്മുടെ ബദാം ഓയിൽ. ബദാം ഓയിൽ എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് ഞാൻ എടുത്ത പോലെ കുറച്ച് ഒരു 5-6 തുള്ളി എടുത്ത് നല്ല വീട്ടിലാണ് കയ്യിൽ മസാജ് ചെയ്തിട്ട് മുഖത്തങ്ങ് തേച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ തന്നെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ പിറ്റേ ദിവസം മുഖം കഴുകിക്കളയാം കേട്ടോ. ഇങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കവിളുകൾ നല്ലവണ്ണം തുടുത്ത് വരാൻ സഹായിക്കുന്നതാണ്. എൻ്റെയും ഒട്ടിയ കവിള തന്നെയായിരുന്നു. ഞാൻ മെലിഞ്ഞപ്പം എൻ്റെ കവിളൊക്കെ നന്നായിട്ട് ഒട്ടിപ്പോയായിരുന്നേ. അപ്പോഴും ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഓരോ ടിപ്സുകളാണിത്. ഞാൻ യൂട്യൂബിൽ കണ്ട് അതേ രീതിയിൽ തന്നെ ചെയ്തതാണ്. എനിക്ക് നല്ല മാറ്റം എനിക്കറിയാൻ പറ്റിയത്. കാരണം എൻ്റെ കവിളി സൈഡൊക്കെ അത്യാവശ്യം നല്ല അങ്ങ് തടിയായിട്ടുണ്ട്, നല്ല തടി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. പിന്നെ നല്ല ചെറിയ രീതിയിലേക്ക് തുടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് എല്ലാ ദിവസവും ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെ തന്നെ ചെയ്യാറുണ്ട്. എല്ലാ ജോലികളും പണികളെല്ലാം കഴിഞ്ഞ ശേഷം ഒരു റൂമിലിരുന്ന് ഇച്ചിരി ആൽമണ്ട് ഓയിൽ എടുത്ത്, നമുക്ക് ഒരുപാടൊന്നും തേക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ആൽമണ്ട് ഓയിൽ വെച്ച് അധികം തേക്കുമ്പോൾ തന്നെ കുരുക്കൾ വരുന്നത് തന്നെയാണ്. പക്ഷേ ആൽമണ്ട് ഓയിലാണ് നമ്മുടെ കവിളൊക്കെ തുടുത്ത് വരാൻ ഏറ്റവും നമ്മളെ സഹായിക്കുന്ന ആൽമണ്ട് ഓയിലാണ്. അതുകൊണ്ട് ഞാനത് ആൽമണ്ട് ഓയിൽ തന്നെയായിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എടുക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു 5-6 തുള്ളി അത്രയൊക്കെ എടുക്കാറുള്ളൂ. നല്ല വെറുതെ കയ്യിൽ മസാജ് ചെയ്തിട്ടാണ് കവിളി മാത്രം അങ്ങ് നമ്മളിത് ഇതേപോലെ തന്നെ മസാജ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കവിള് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എത്ര ഒട്ടിയ കവിളാണെങ്കിലും ചെറിയൊരു മാറ്റം അറിയാൻ പറ്റും. പിന്നെ ഇത് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് നമ്മുടെ ശരീരം നല്ല പുഷ്ടിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ല ഒരു ഡ്രിങ്ക് കഴിക്കണം. വളരെ നല്ലതാണ്. ബദാമില്ലേ, നമ്മളിപ്പോൾ ബദാം ഓയിലാണല്ലോ മുഖത്ത് തേക്കുന്നത്. അതേ ബദാം ഓയിലല്ല, ബദാം പരിപ്പ് നമ്മൾ തലേ ദിവസം നല്ല വൃത്തി കഴുകിയിട്ട് വെള്ളത്തിൽ അങ്ങ് കുതിർത്താൻ വെച്ചിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മുഖം നല്ല തുടുത്ത് വരാനും തടി വയ്ക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുഖം നല്ല തുടുത്ത് വരാൻ നമ്മളെ സഹായിക്കുന്ന സാധനമാണ് കേട്ടോ ഉണക്കമുന്തിരിയും. കറുത്ത ഉണക്കമുന്തിരിയില്ല, അതാണ് കേട്ടോ. അത് നമുക്ക് ആയുർവേദ കടയിൽ കിട്ടും. അപ്പോൾ ഉണക്കമുന്തിരി കുറച്ചെടുത്ത് നല്ല വൃത്തി തന്നെ കഴുകണം. കാരണം ഇതിൽ നമ്മൾ മായൊക്കെ ചേർത്തതായിരിക്കാം. അപ്പോൾ നല്ല വൃത്തി കഴുകിയിട്ട് കുറച്ച് നല്ല വെള്ളത്തിൽ അങ്ങ് കുതിർത്താൻ വയ്ക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ഉണക്കമുന്തിരിയും ആ വെള്ളമില്ലേ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ മുഖം തുടുത്ത് വരാനും നല്ലതാണ്. രക്തപ്രസാദം ഉണ്ടാവാനും നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഈന്തപ്പഴം കഴിക്കുന്നതും നമ്മുടെ മുഖം നല്ല തുടുത്ത് വരാൻ നല്ലതാണ്. ഈന്തപ്പഴം ഇതേ രീതി തന്നെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. തലേ ദിവസം ഈന്തപ്പഴം വെള്ളത്തിൽ അങ്ങ് കുതിർത്താൻ വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളവും ഈന്തപ്പഴവും ഒക്കെ കുടിക്കണം, നല്ലതാണ്. പിന്നെ ഈന്തപ്പഴം നമുക്ക് ജ്യൂസ് അടിച്ചും കുടിക്കാം. പാലില്ലേ, ഇതേപോലെ തന്നെ ഈന്തപ്പഴം കുറച്ച് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വയ്ക്കുക, തലേദിവസം ഇട്ട് വയ്ക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈന്തപ്പഴമൊക്കെ നന്ന് കുതിർന്ന് കിട്ടും. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ആ പാലിൽ തിളപ്പിച്ച ആ പാല് ചൂടാറിയതിന് ശേഷം പാലും ഈന്തപ്പഴം വെച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് എല്ലാ ദിവസവും കുടിക്കുവാണെങ്കിൽ അയ്യോ നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ്. കാരണം നമ്മുടെ കവിളൊക്കെ നന്ന് തുടുത്ത് നല്ല ഭംഗിയോടെ തന്നെ ഉണ്ടാവും കേട്ടോ. അത്രയ്ക്ക് നല്ല സാധനമായിട്ട് ഈന്തപ്പഴം.
അപ്പം ഈന്തപ്പഴം വേണമെങ്കിൽ കഴിക്കാം, ഉണക്കമുന്തിരി കഴിക്കാം, ബദാം കഴിക്കാം, നട്ട്സ് എല്ലാ സാധനങ്ങളും നല്ല തന്നെയാണ് കേട്ടോ. നമ്മുടെ കവളൊക്കെ തൊടുത്ത് തന്നെയൊക്കെ നല്ലതാണ്. ഒരുപാട് ഓവറായിട്ട് കഴിക്കരുത്. നമ്മളതിൻ്റെ ഒരു പാകമുണ്ട്, കുറച്ച് എടുക്കുക. നമുക്കൊരളവ് അറിയാമല്ലോ, കുറച്ച് മാത്രം എടുക്കുക. പിന്നെ ഈന്തപ്പഴം പാലടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കണില്ലേ, അതൊരു 3-4 വലിയ ഈന്തപ്പഴമൊക്കെയാണെങ്കിൽ 3-4 മതി കേട്ടോ. ഒരുപാട് എടുക്കണം. ഒരുപാട് എടുത്ത് നമ്മൾ ഒരുപാടൊന്ന് തടിച്ചാകും. അപ്പോൾ നമുക്ക് ഒരുപാട് തടിയൊന്നും വേണ്ട, ഒരു മിനിമം തടി മതി. പക്ഷെ കവളൊക്കെ നല്ല തുടുത്തിരിക്കണമെങ്കിൽ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ കേട്ടോ. ഇത് നല്ലതാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടും ഉണക്കമുന്തിരിയും ഈന്തപ്പഴം വെച്ചുള്ള ജ്യൂസ്. അതും നല്ലത് തന്നെയാണ്. അത് നമുക്ക് ബ്ലഡ് വയ്ക്കാനും മുഖം തുടുത്ത് വരാനും ഒക്കെ നല്ലതാണ്. ബീട്രൂട്ടൊക്കെ നല്ലതാണ്. ഡെയിലി കഴിക്കണമെന്നില്ല, ആഴ്ചയിൽ 3 തവണ കഴിച്ചാലും മതി. ABC ജ്യൂസ് നല്ലതാണ്. ആപ്പിളും ബീട്രൂട്ട് ക്യാരറ്റ് വെച്ചുള്ള ജ്യൂസ് നല്ലതാണ്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും അത് മുഖം തൊടുത്ത് വരാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ ഈ ടിപ്സിലൊക്കെ ചെയ്യുമ്പം ചുമ്മാ നമ്മൾ മസാജും ചെയ്യാതെ നമ്മൾ കുറച്ച് നല്ല നല്ല വിറ്റാമിൻ സാധനങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ റിസൾട്ട് കിട്ടും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം കുടിക്കരുത്. വെള്ളം കുടിക്കുന്ന ഒരു കണക്കുണ്ടല്ലോ. ആഹാരം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് വെള്ളം കുടിക്കട്ടെ. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കരുത്. അപ്പോൾ നമുക്ക് വയറ് ചാടും. അതൊക്കെ നോക്കണം കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിലും ചിലതൊക്കെ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വേഗത്തിൽ എല്ലാ സംഭവം ചെയ്യുമ്പോൾ നമുക്കത് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായത് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.